ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ പുഡിങ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ പാലൊന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി പുഡിങ് റെഡി ആവില്ല. പക്ഷേ ഞാനത് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പാല് പിരിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പുഡിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പുഡിങ്ങൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പാലൊക്കെ പിരിഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഞാൻ വരെ അങ്ങനെ തന്നെയാണ് ചെയ്യാറുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുഡിങ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ എങ്ങനെ പുഡിങ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായി വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പാലൊന്ന് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ പല പാടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് പുഡിങ്ങിന് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിയ സ്പൂണിന് 2-3 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ പുഡിങ് തയ്യാറാക്കുന്നത് വാനില എസൻസും ബൂസ്റ്റ് പൊടിയും ഉപയോഗിച്ചിട്ടുള്ളൊരു സിമ്പിൾ പുഡിങ്ങാണ്. അപ്പോൾ ഞാനിതാ വീണ്ടും ഇതിലേക്ക് ഒരിത്തിരി കൂടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നു. എസൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബൂസ്റ്റ് പൊടി അതുപോലെ തന്നെ ബൂസ്റ്റ് പൊടിയും വാനില എസൻസും ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് കുറച്ച് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല. പുഡിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ചൈന ഗ്രാസ് ഞാൻ ഡയറക്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ചൈന ഗ്രാസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് പാല് പിരിഞ്ഞ് പോയിട്ടുണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഞാൻ ചൈന ഗ്രാസ് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ പാല് കേട് വന്നതുകൊണ്ടാകാം. അപ്പോൾ എന്തായാലും ഞാനത് ഇനിയൊരു ഡ്രൈനർ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാനൊന്നങ്ങ് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു സമയം, അതായത് തൊട്ടാൽ ജസ്റ്റ് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള തരത്തിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നട്ട്സ് പൗഡർ ഉപയോഗിച്ചിട്ടാണ്, കാഷ്യൂ നട്ടിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പാല് പിരിഞ്ഞ് പോയാലും നമുക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ പുഡിങ് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ പതിവ് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോകൾ ലഭിക്കാനായിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.